ഹാഡിയേഴ്സ് നമ്മളുടെ കീം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡൗട്ടാണ് കേട്ടോ ഇത്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോഴേ അതിന് റിപ്ലൈ ഇടുന്നത് ഒരു വരിയിൽ തീരില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത്. പിന്നെ പലർക്കും ഹെൽപ്ഫുൾ ആവും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, കീമിൽ EWS ഇല്ലാത്ത മൈനോറിറ്റി കോളേജിലേക്ക് EWS ക്ലെയിം വെച്ച് അപേക്ഷിച്ചാൽ അത് ജനറലായിട്ട് ആണെങ്കിലും പരിഗണിക്കുമോ അതോ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അതിന് റിപ്ലൈ കിട്ടിയിട്ട് വേണം ക്ലെയിം ചെയ്യണോ എന്ന് വേണ്ടോ എന്ന് തീരുമാനിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എത്രയൊക്കെ റിസർവേഷൻസ് കിട്ടും എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ OBC NCL ആയിരിക്കും, എക്സ് സർവീസ്മാൻ്റെ റിസർവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ റിസർവേഷൻ ഉണ്ടാവും. ചിലവർക്ക് വേറെ റിസർവേഷനൊന്നും ഉണ്ടാവില്ല, ചിലവർക്ക് ഒന്നിലധികം റിസർവേഷൻസ് ഉണ്ടാവും, ചിലവർക്ക് ഒരു റിസർവേഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള റിസർവേഷൻസ് ഉള്ളവർ എല്ലാത്തിനും അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുക. നിങ്ങൾക്ക് അർഹതയുള്ളതാണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ കാരണം ചിലവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇപ്പോൾ ഒന്നിലധികം റിസർവേഷൻസ് വച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണല്ലേ പരിഗണിക്കുള്ളൂ, എല്ലാം പരിഗണിക്കുമല്ലോ എന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ടാണെങ്കിലും നമ്മൾ കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ഒരു സംഭവത്തിലേക്ക് എത്തുവാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ, കോളേജുകൾ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സും കോളേജും ആദ്യം എന്ന നിലയ്ക്ക് നമ്മൾ ഓപ്ഷൻസ് വെക്കുന്നതിനെയാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ കീമിൻ്റെ ഇത് പ്രോസസ്സിങ് നടക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കും. ഫസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മളുടെ റാങ്കിൽ നമുക്ക് ഒരു റിസർവേഷനും ഇല്ലാതെ, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ അല്ലെങ്കിൽ ജനറലായിട്ട് നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആൻസർ ക്ലിയർ ആയില്ല. അപ്പോൾ നിങ്ങൾ EWS വച്ചാലും ജനറലായിട്ട് നിങ്ങളെ പരിഗണിക്കും, അല്ലെങ്കിൽ ഒരു റിസർവേഷനും ഇല്ലാതെ നിങ്ങളെ പരിഗണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് റിസർവേഷനൊന്നും ഇല്ലാതെ തരാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെ നമ്മുടെ റാങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന ചോയ്സിൽ നമ്മൾക്ക് തരാൻ പറ്റുമെങ്കിൽ അത് അലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സിൽ തരാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ പരിഗണിക്കും. ഇപ്പോൾ OBC NCL ആണെങ്കിൽ അത് പരിഗണിക്കും. ഇനി അതല്ല വേറെ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും പരിഗണിക്കും. അപ്പോൾ OBC NCL എന്നുള്ള ആ റിസർവേഷൻ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ ഒരു റിസർവേഷൻ അലോട്ട് ചെയ്യും. ഇനി അതിലും നിങ്ങളുടെ റാങ്കിൽ നിങ്ങൾ കൊടുത്തേക്കുന്ന ചോയ്സിലേക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതും പരിഗണിക്കും. ഇനി ആദ്യത്തെ ഓപ്ഷൻ എടുത്തു, നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല, ഈ പറയുന്ന സ്റ്റേറ്റ് മെറിറ്റിലും തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള റിസർവേഷനിലും തരാൻ പറ്റുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും. സെക്കൻഡ് ഓപ്ഷനിലും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു രീതിയിൽ നോക്കും. അതും സാധിക്കുമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ അലോട്ട് ചെയ്യും. അതല്ല, അതിലും നിങ്ങളുടെ റാങ്കിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഇതായി പോവുകയാണ്, നിങ്ങളിലുള്ള മുമ്പിലൊക്കെ നിൽക്കുന്ന റാങ്കുകാർക്കാണ് അലോട്ട് ചെയ്ത് കിട്ടുന്നതെങ്കിൽ തേർഡ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ റാങ്കും നമ്മൾ വെക്കുന്ന ഓപ്ഷൻസും സീറ്റിൻ്റെ, ആ കോളേജിൽ അവിടെയുള്ള സീറ്റിൻ്റെ വേക്കൻസി അനുസരിച്ചിട്ടാണ് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ജനറലായിട്ട് പരിഗണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്കുള്ള റിസർവേഷൻസ് നിങ്ങൾ വാങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കത് അർഹതയുള്ളത് കൊണ്ടാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.